ഇറാൻ്റെ ഏറ്റവും ശക്തിയുള്ള സാത്താൻ 3 എന്ന മിസൈൽ പർവ്വത നിരകളിലേക്ക് മാറ്റിയിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്ത മേഖലകളിലുള്ള പർവ്വതങ്ങളുടെ അടിവാരത്താണ് ഇപ്പോൾ സൂക്ഷിക്കപ്പെട്ടത്. ആയിരക്കണക്കിന് മിസൈലുകൾ അങ്ങനെ ഉണ്ട് എന്നാണ് അനുമാനം. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായാൽ ഒരേ സമയത്ത് ആക്രമിച്ചുകൊണ്ട് കപ്പലാണെങ്കിൽ കപ്പലിൻ്റെ ഭാഗം തകർക്കാൻ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവ നിർമ്മിക്കപ്പെട്ടത് എന്നും പറയപ്പെടുന്നു. 3 തരം മിസൈലുകളാണ് ശക്തമായ രീതിയിൽ ഇറാൻ്റെ കൈവശത്തിലുള്ളത്. 10ലധികം വ്യത്യസ്ത മോഡലുള്ള മിസൈൽ ഉണ്ടെങ്കിലും ശക്തമായിരിക്കുന്ന മിസൈൽ എന്ന് പറയുന്നത് 3 തരത്തിലാണ്. ആ 3 തരത്തിലുള്ള മിസൈലിൻ്റെയും കൂടി സമ്മിശ്രമാണ് അങ്ങനെ ക്രോഡീകരിച്ച് നിർമ്മിക്കപ്പെട്ടതാണ് സാത്താൻ 3 എന്ന് പറയുന്നത്. ഷഹാബ് 3 എന്നുള്ളതാണ് അതിലൊരു മിസൈൽ. രണ്ടാമത് സജ്ജിൽ എന്ന് പറയുന്നതാണ്. മൂന്നാമത്തെ ഖൈബർ ഷഗൻ എന്ന് പറയുന്നതാണ്. ഷഹാബ് 3 എന്ന് പറയുന്നത് 1300 മുതൽ 2000 കിലോമീറ്റർ വരെ ദൂരപരിധി പോയിട്ട് ആക്രമിക്കാൻ പാകത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. മിഡിൽ ഈസ്റ്റ് മുതൽ ഇസ്രായേലിൻ്റെ സർവ്വ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കാൻ ഷഹാബ് 3ക്ക് സാധിക്കും എന്നൊരു പ്രത്യേകതയുണ്ട്. കാര്യം ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ദൂരം കണക്കാക്കുന്നത് അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ടാണെങ്കിൽ 1100 കിലോമീറ്ററാണ്. പിന്നീട് ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ നിന്ന് മറ്റേ അതിർത്തിയിലേക്ക് ഏകദേശം ഒരു 500 കിലോമീറ്ററിൻ്റെ ആ പരിധി എങ്കിലും വരും. അങ്ങനെ നോക്കുന്ന സമയത്ത് 1100 മുതൽ 2000 കിലോമീറ്റർ വരെ ദൂരപരിധി എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ആക്രമിക്കാനും സാധിക്കുന്ന തരത്തിലാണ് ഇറാൻ്റെ നിർമ്മിതികൾ ഷഹാബ് 3യുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത് സജ്ജിൽ എന്ന് പറയുന്ന മിസൈലാണ്. ഇതെല്ലാം ഈ ഹൈപ്പർസോണിക് മിസൈലിന് തുല്യമായിരിക്കുന്ന രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ബാലിസ്റ്റിക് മിസൈലാണ് ഈ പറയുന്നതെല്ലാം. ഈ 2000 കിലോമീറ്ററാണ് സജ്ജിൽ എന്ന് പറയുന്ന മിസൈലിൻ്റെ ദൂരപരിധി കണക്കാക്കുന്നത്. വേഗതയും പ്രഹരശേഷിയും കൂടുതലുള്ളത് സജ്ജിൽ മിസൈലാണ്. മൂന്നാമത്താണ് ഖൈബർ ഷഗൻ എന്ന് പറയുന്ന മിസൈൽ. 1450 കിലോമീറ്ററാണ് ഇതിൻ്റെ വേഗത കണക്കാക്കുന്നത്. കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ സാധിക്കും എന്നതാണ് ഖൈബർ ഷഗൻ്റെ പ്രത്യേകത. 3 തരം ബാലിസ്റ്റിക് മിസൈൽ. ഇതിൻ്റെ ഏകോപനമാണ് സാത്താൻ മിസൈൽ 3 എന്ന് പറയുന്നത്. അഥവാ 2000 കിലോമീറ്റർ ദൂരപരിധിയിൽ പോയി ഏറ്റവും വേഗതയിലും പ്രഹരശേഷിയാലും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി സാത്താനിക് 3ക്ക് സാധിക്കുമെന്നുള്ളതാണ്. കൂടാതെ ആണവ ഫോർമുല വഹിക്കാൻ വേണ്ടിയിട്ടും ഇതിന് സാധിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ 3 സാങ്കേതിക വിദ്യകൾ, 3 മിസൈലിൻ്റെ അകത്ത് ഇറാൻ ഉപയോഗിച്ച സാങ്കേതിക വിദ്യകൾ ഒരു മിസൈലിലേക്ക് ക്രോഡീകരിക്കപ്പെട്ടതാണ് സാത്താൻ 3 എന്ന് പറയുന്നത്. അത് ആയിരക്കണക്കിനുണ്ട് എന്നുള്ള കറുത്ത പെയിൻ്റ് അടിച്ചുകൊണ്ടാണ് ആ മിസൈലിൽ. ഇതിന് മുൻപ് ഒരു പ്രദർശനം പോലെ ഒരു ചിത്രത്തിലോ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കറുത്ത കറുത്ത പെയിൻ്റ് അടിച്ചിരിക്കുന്ന രൂപമാണ് അതിൻ്റെ പുറംചട്ടയായിട്ട് വന്നത്. അപ്പോൾ അത് വല്ലാത്ത രീതിയിൽ പ്രദർശിപ്പിക്കുകയും ലോകത്തോട് അതിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന കഴിവുകളെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ ഇറാൻ ഒരു മിസൈൽ ഇറക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ അത് ലോകത്തോട് അവർ പറയും, ഇത്ര ശക്തിയുള്ള ഇന്ന തരത്തിലുള്ള മിസൈൽ തങ്ങൾ ഇറക്കാൻ വേണ്ടി പോവുകയാണ്. ഈ കാര്യം അവർ പറഞ്ഞുകൊണ്ട് അത് പരീക്ഷ നടത്തിയതിനെക്കുറിച്ചും അതിൻ്റെ പ്രേരശേഷിയെക്കുറിച്ചും പറയുക എന്നുള്ളത് സ്വാഭാവികമാണ്. സാത്താൻ 3യെക്കുറിച്ച് അങ്ങനെ ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ സാത്താൻ 3 അല്ലാത്ത മിസൈലുകളും ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാത്തത് ഇറാൻ്റെ കൈവശത്തിലുണ്ട്. അത് അതിപ്രഹരശേഷിയുള്ളതാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ മൗണ്ട് ദമാവന്ത് എന്ന് പറയുന്ന ഇറാനിലെ ഏറ്റവും വലിയ പർവ്വതനിര, ഉയരം 5610 മീറ്ററാണ്. വടക്കൻ ഇറാൻ്റെ ഭാഗത്താണ് ഈ പറയപ്പെട്ട മൗണ്ട് ദമവന്ത് എന്ന് പറയുന്ന പർവ്വതമുള്ളത്. ഇതിൻ്റെ ഓരം ചേർന്നിട്ടോ ഇതിൻ്റെ അടിഭാഗം തുരന്നിട്ടോ ആണ് ഈ പറയപ്പെട്ട മിസൈൽ സാത്താൻ 3 എന്ന് പറയുന്ന മിസൈൽ സൂക്ഷിക്കപ്പെട്ടത് എന്നാണ് അനുമാനം. അതിന് പർവ്വതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് റഡാർ സംവിധാനത്തിൽ റെക്കോർഡാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. മാത്രവുമല്ല വളരെ പെട്ടെന്ന് അമേരിക്കക്കോ ഇസ്രായേലിനോ ആക്രമിക്കാനും സാധിക്കുകയില്ല. ബങ്കർ ബസ്റ്റർ ബോംബുകൾ പോലും പർവ്വതത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ വീണാൽ ഒരിക്കൽ പോലും അതിൻ്റെ അടിഭാഗത്തുള്ള ഈ മിസൈലുകൾക്ക് യാതൊരു രീതിയിലുള്ള പ്രയാസവും ഉണ്ടാവാത്ത വിധമാണ് അതിൻ്റെ സംവിധാനം. അത് അമേരിക്ക ഇറാൻ ആക്രമിച്ച സമയത്ത് അവരുടെ ഈ ആണവായുധ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ആക്രമിച്ചപ്പോഴും ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന കാര്യം, ഇത്
വലിയ വിഷയങ്ങളൊന്നുമില്ല, അവർ കംപ്ലീറ്റ് നശിപ്പിക്കാൻ ഞങ്ങൾ സാധിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ദൗത്യം വിജയമാണ് എന്നുള്ളതാണ്. പിറ്റേ ദിവസമാണ്, അല്ലെങ്കിൽ അന്നത്തെ രാത്രി 11 മണിക്കാണ് IAEA പറയുന്നത് ഇറാൻ്റെ കൈവശത്തിലുള്ള ആണവായുധ ശേഷിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, മേൽഭാഗത്തുള്ള ബിൽഡിംഗ് പൊളിഞ്ഞു പോകുക മാത്രമാണ് ചെയ്തത്. ഇതോടുകൂടി അമേരിക്ക ഇളിഭ്യരായി പോയിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ അവർക്ക് അവരുടെ പ്രേരശേഷി എത്ര ഉണ്ട് എന്നുള്ളതും, എന്നാൽ ശത്രുവിൻ്റെ പക്ഷത്ത് എത്രത്തോളം തായ്വാരത്താണ് ഇത് സൂക്ഷിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ മൗണ്ട് ദമാവന്ത് എന്ന് പറയുന്ന പർവ്വതത്തെക്കുറിച്ചാണ്. പിന്നെ രണ്ടാമത് അലം കുഹ് എന്ന് പറയുന്ന പർവ്വതമുണ്ട്. അത് 4850 മീറ്ററാണ്. തെക്കൻ ഇറാനിലെ കാസ്പിയൻ കടലിനോട് ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഓരം ചേർന്നിട്ടാണ് ഈ പറയപ്പെട്ട അലം കുഹ് എന്ന് പറയുന്ന ഈ പർവ്വതമുള്ളത് എന്ന് അനുമാനിക്കുന്നു. പിന്നെ അതിൻ്റെ ശേഷം 3 പർവ്വതങ്ങളെക്കുറിച്ച് വേറെയും പറയുന്നുണ്ട്. അത് സബ്ലൻ എന്ന് പറയുന്ന പർവ്വതം, സർദ് കുഹ് എന്ന് പറയുന്ന പർവ്വതം, ദഫ്തൻ എന്ന് പറയുന്ന പർവ്വതം. ഇതെല്ലാം ഏറെക്കുറെ കാശ്മീർ കടലിനോട് ചേർന്നിട്ടുള്ള മേഖലയിലാണ് ഉള്ളത് എന്നുള്ളത് അതിൻ്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നതാണ്. അപ്പോൾ 6 പർവ്വതങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് 4000, 4200, 5000 അത്രയും കിലോമീറ്റർ ഉയരമുള്ള പർവ്വതമാണ്. ആ പർവ്വതത്തിൻ്റെ മേലെ ഏതു തരത്തിലുള്ള ആക്രമണം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായാലും ഒരു പ്രതിഫലനം ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാര്യമെന്ന് പറയുന്നത് അത്രയും സുരക്ഷിതമായിരിക്കുന്ന ഇടമായിട്ടാണ് പർവ്വതങ്ങളെ കാണുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ തിരിച്ചു വന്നതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതാണ്. അഫ്ഗാനിസ്ഥാനിലെ ചില ഏരിയകൾ മനുഷ്യവാസമില്ലാത്ത ഏരിയകളാണ്. അവിടേക്ക് ഒരു ജീവിയും പോവില്ല. വഴിതെറ്റിയിട്ട് ഏതെങ്കിലും ഒട്ടകങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ മൃഗങ്ങളോ വന്നാലല്ലാതെ മനുഷ്യസഹമായിരിക്കുന്ന ഒരു ജീവി അടത്താൻ ഒരു ഇടവഴിയില്ല, ഒരു ഊടുവഴിയില്ല, ഒരു റോഡില്ല. പിന്നെ അവിടെ എത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കുടിവെള്ളം പോലും കിട്ടാത്ത ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് താലിബാൻ സൈനിക പ്രാക്ടീസ് എടുത്തുകൊണ്ട് വീണ്ടും അമിത് കർസായിയുടെ നേതൃത്വത്തിലുള്ള ആ ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് അഫ്ഗാനിൽ ഭരണത്തിൽ വന്നത് എന്ന് ചുരുക്കം. അപ്പോൾ അതിന് അവർ ഉപയോഗിച്ചിരിക്കുന്നത് പർവ്വത നിരകളാണ്. ആൾതാമസമില്ലാത്ത പർവ്വത നിരകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്തത് എന്ന് ചുരുക്കം. സമാനമായ രീതിയിലാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തിരിക്കുന്നത്. പർവ്വത നിരകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾക്ക് അത് സുരക്ഷിതമായിരിക്കുന്ന ഇടമാക്കി മാറ്റുക എന്നുള്ളതിൽ ഇറാൻ വിജയിച്ചിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ആക്രമണം ഇസ്രായേൽ നടത്തിയത് ലക്ഷ്യം അവർ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? അവരുടെ ആയുധപ്പുരകൾ നശിപ്പിക്കുക എന്നുള്ളതാണ്. 12 ദിവസത്തിനിടയിൽ അവർക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. അത് എവിടെ? ഈ ഗസക്കകത്ത് ഹമാസിൻ്റെ കൈവശത്തിലുള്ള ബങ്കറെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോഴും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. സംഭവം നല്ലൊരു ശതമാനം ആളുകൾ ഇസ്രായേൽ സൈനികർ ഗസക്കകത്തുണ്ട്. ഏകദേശം ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ 60% നിയന്ത്രിക്കുന്നത് ഹമാസിൻ്റെ ആളുകളാണ് എന്നും ഇസ്രായേലിൻ്റെ സൈനികരാണ് എന്നും പറയപ്പെടുന്നു. എന്നിട്ട് പോലും ഹമാസിൻ്റെ ആ ഗോയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഒരു പഠനം നടത്തിക്കൊണ്ട് അതിൻ്റെ രഹസ്യം കണ്ടുപിടിക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരതിന് ഉപയോഗിച്ചിരിക്കുന്ന കൂർമ്മശക്തി ചെറുതൊന്നുമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രയും പർവ്വത നിരകൾ, ആ പർവ്വത നിരകളിൽ ബങ്കർ ബസ്റ്റർ ഇട്ടാൽ ആ ബങ്കർ ബസ്റ്ററിൻ്റെ സാമ്പത്തികം നഷ്ടപ്പെട്ടു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടാവില്ല. അതിനനുസരിച്ചാണ് അതിൻ്റെ സംവിധാന കാര്യങ്ങൾ ഒരുക്കിയത് എന്ന് ചുരുക്കം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് കണ്ടെത്തുക എന്നുള്ളത്, അതായത് ഈ പറയപ്പെട്ട സാത്താൻ 3 എന്ന് പറയുന്ന ശക്തമായിരിക്കുന്ന മിസൈൽ അത് കണ്ടെത്തുക എന്നുള്ള അമേരിക്കയെ സംബന്ധിച്ച് വലിയ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടതിന് തുടർച്ചയായിട്ടും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് തങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭരണമാറ്റം തന്നെയാണ്, പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. ആ സംവിധാനം മാത്രമേ വിജയിക്കാൻ വേണ്ടി സാധിക്കൂ. ജനാധിപത്യ പ്രക്രിയ വിജയിക്കണമെങ്കിൽ ഏകാധിപത്യം ഉണ്ടാകാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറയുന്ന ആരാ? ഡൊണാൾഡ് ട്രംപ് ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതിയാണ്. ജയിക്കുന്ന സമയം വരെ ജനാധിപത്യ പ്രക്രിയയും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏകാധിപത്യവും പ്രവർത്തിക്കുന്ന ലോകത്തെ ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് അമേരിക്ക എന്നാണ്. അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെ പരിപാടി തന്നെ അതാണ്. ആദ്യ ഘട്ടത്തിൽ നല്ല രീതിയിൽ സംസാരിക്കും, അധികാരത്തിലേറും നേരെ തലതിരിഞ്ഞിട്ട് സ്വന്തം വ്യക്തിപരമായിരിക്കുന്ന താല്പര്യത്തിലേക്ക് നീങ്ങിപ്പോയി ചെയ്തു. ഡൊണാൾഡ് ട്രംപിൻ്റെ കഴിഞ്ഞ കാലത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ഇറാൻ്റെ സാത്താൻ മിസൈൽ അതിഭയങ്കരമായിരിക്കുന്ന നാശങ്ങൾ ഉണ്ടാക്കാൻ പാകത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതാണ് യഥാർത്ഥത്തിൽ അറേബ്യൻ കടലിൽ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അറേബ്യൻ കടലിലുള്ള കപ്പലുകളും അതോടൊപ്പം തന്നെ സൈനികരും അതിൻ്റെ സംവിധാനങ്ങളും കാത്തിരിക്കുന്നത് ഒരുപക്ഷെ സാത്താൻ്റെ മിസൈലിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അമേരിക്കയുടെ കപ്പലിലുള്ള പ്രതിരോധ സംവിധാനത്തിന് സാത്താൻ മിസൈലിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ലെന്ന് ഇപ്പോൾ തന്നെ അവർ ഏറെക്കുറെ വിലയിരുത്തിയിരിക്കുന്നു. കാര്യം ഇതിൻ്റെ സാങ്കേതിക വിദ്യ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ നമ്മുടെ സാങ്കേതിക വിദ്യ കൊണ്ട് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്ന വിധത്തിലല്ല
ഇതിൻ്റെ ഒന്നും നിർമ്മാണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു യുദ്ധസമാന സാഹചര്യങ്ങൾ ഉണ്ടായാൽ ലോകത്ത് ഇന്ന് വരെ കാണാത്തത്ര പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ കൊണ്ട് ഇറാൻ അമേരിക്കയെ ആക്രമിക്കുമെന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.